അപ്രേം മെത്രാനെ ടപ്പേന്ന് തിരികെ എടുക്കുവാൻ കാരണം ഇതാണ്. ദേ പോയി ദാ വന്നു. ആര്? അപ്രേം മെത്രാൻ. ഓർത്തഡോക്സ് സമുദായത്തിന്റെ അടൂർ കടമ്പനാട് ബ്രാഞ്ച് മാനേജർ അപ്രേമിനെ കഴിഞ്ഞ മെയ് മാസം 23-ാം തീയതി ഇറക്കിയ വാറോല പ്രകാരം ഭദ്രാസന ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന മറ്റു ചുമതലകളിൽ നിന്നും വിടർത്തിയത് ഓർമ്മിക്കുമല്ലോ. പൂച്ചാണ്ടികളെ മാറ്റി നിർത്തുന്നതിന് വലിയ തിരുമനസ് കൽപ്പിക്കുമ്പോൾ പറയുന്ന പേരാണ് വിടർത്തൽ. മറ്റൊന്നും ആരും ചിന്തിക്കരുത് കേട്ടോ. സമുദായത്തിന്റെ 34-ലെ കൈപ്പുസ്തകത്തെ കളിയാക്കുകയും പള്ളി പിടിച്ചു പറിക്കൽ കലാപരിപാടിയെ പരസ്യമായി ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിനോടനുബന്ധിച്ച് മെയ് 10-ാം തീയതി ചുങ്കത്തറ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വെച്ച് കുർബാന മധ്യയെ അവഹേളിച്ചു എന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ മാർച്ചിൽ കൂടിയ സിനഡ് മാറ്റി നിർത്തുവാൻ തീരുമാനിച്ചത്. ലൈവാണ് മെത്രാച്ചനെ ചതിച്ചത് എന്നാണ് അന്വേഷണ കമ്മീഷൻ പൊറിഞ്ചുവിൻ്റെ കണ്ടെത്തൽ. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. 100 വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്നുവരെ ആരെങ്കിലും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ? വേറെ അനേക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക കൽപ്പിച്ചു തന്നിട്ടുള്ള ന്യായാസനങ്ങൾ ഇവിടെയുണ്ടോ? ഇനി എല്ലാ വേദിയിലും ഞാൻ പറയാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുണ്ടാകുന്ന എന്ത് ദോഷഫലവും അനുഭവിക്കുവാനും ഞാൻ തയ്യാറാണ്. ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റ് വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത്. നമുക്ക് നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളോട് തിരുമേനി ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ എന്ന്. പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. എന്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, 6 ദേവാലയങ്ങൾ പള്ളി ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം. പുണ്യവാനാകാനായിട്ടല്ല, ഇതുവരെ മിണ്ടാതെ കുറെ രഹസ്യങ്ങളാണ്. ഇനി എന്തു സംഭവിക്കട്ടെ, എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും. 34-ലെ ഉടായ്പ കൈപ്പുസ്തകത്തെക്കായാലും വിശുദ്ധ വേദപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് വിശ്വാസികളോട് പ്രസംഗിച്ചതിനാണ് അപ്രേമിനെ അടർത്തി മാറ്റിവെച്ചത്. പലരും മത്തായിയോട് ചോദിച്ചു, ഈ സത്യം പറഞ്ഞതിന് എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്ന്. തനിക്ക് കാതോലിക്ക കസേര കിട്ടുവാൻ സഹായിച്ച സന്നദ്ധ സംഘത്തിന്റെയും ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരുടെയും ആവശ്യപ്രകാരമാണ് ഈ പണി ചെയ്തത് എന്ന് മത്തായി 3-ാമൻ അവരോട് മറുപടി പറയുകയും ചെയ്തു. ഈ ഫാൻസ് അസോസിയേഷനും സന്നദ്ധ സംഘത്തിനും അപ്രേമിനോട് ഇത്രയും കലിപ്പ് വരുവാൻ ഒരു പ്രധാന കാരണം ഇവരുടെ പ്രിയങ്കരനായിരുന്ന ഒരു സെമിനാരി അധ്യാപകനായിരുന്ന ഫെലിക്സ് എന്ന പാതിരി വൈദിക വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും അവരെ പരീക്ഷ ജയിപ്പിക്കുവാൻ പണം വാങ്ങി എന്ന പരാതി ഉണ്ടായപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്യുവാൻ മുൻകൈയെടുത്തത് അപ്രേം മെത്രാൻ ആയിരുന്നു എന്നും പറഞ്ഞാണ്. മറ്റൊരു കാരണം, അടുത്ത നിയുക്തൻ കസേര മോഹികളായ ചിലർ അപ്രേമിനെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി കാണുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് യാക്കോബായ സഭയെ വഞ്ചിച്ചു വന്ന കുലംകുത്തി വന്ന അമേരിക്കയിലെ നിക്കർ മെത്രാൻ ആണ്. രാത്രികാലങ്ങളിൽ പബ്ബുകളിൽ നിക്കറുമിട്ട് തൊപ്പിയും വെച്ച് പോകുന്നതിനാലാണ് ഇദ്ദേഹത്തെ നിക്കർ അല്ലെങ്കിൽ കാച്ചട്ട മെത്രാൻ എന്ന് വിശ്വാസികൾ വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സിനഡിൽ സബോളക്കണ്ണനും പട്ടപ്രമോദും പുഴുക്ക് തീമോത്തിയോസും സിനഡിൽ അപ്രേമിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചത്. അതുപോലെ ഫാൻസ് അസോസിയേഷൻ നേതാക്കളായ അൽമായ ട്രസ്റ്റിയും വൈദിക ട്രസ്റ്റിയും അപ്രേമിന്റെ വിടർത്തലിനായി അഹോരാത്രം പണി നടത്തിയവരാണ്. ഫാൻസ് അസോസിയേഷന്റെ കുർബാന യോഗത്തിന് ശേഷം സിനഡിന് മുമ്പ് അൽമായ ട്രസ്റ്റി റോണി തന്റെ സിംഗടികൾക്കയച്ച ആ സന്ദേശം കേൾക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാതിരുന്നത് എൻ്റെ ഒരു വാക്കോ എൻ്റെ ഒരു ശബ്ദമോ അല്ലെ എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ കാരണം മലങ്കര സഭയ്ക്ക് ഒരു പ്രയാസമോ വേദനയോ ഉണ്ടാകരുതെന്നുള്ള നല്ല ബോധ്യത്തിലാണ്. എന്നാൽ പ്രതികരിക്കേണ്ടടുത്ത് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്, കൃത്യമായി അറിയിച്ചിട്ടുണ്ട്, കൃത്യമായ നടപടി ഉണ്ടാകും. ആരും സഭയേക്കാൾ വലുതല്ല, സഭയേക്കാൾ വലുതായി ഒന്നുമില്ല. നമ്മുടെയൊക്കെ പ്രധാനം സഭയാണ്. പിതാക്കന്മാർ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നാളിതുവരെ നമ്മെ ഏൽപ്പിച്ച സഭയുടെ നിലനിൽപ്പും സ്വാതന്ത്ര്യവും അതിൻ്റെ സുവിശേഷ ബോധ്യവും കൈവിടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കാര്യങ്ങളിൽ നമ്മുടെ അടൂർ ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലും
ന്യായീകരിക്കപ്പെടാത്ത ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹം സഭയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു രീതിയിൽ ന്യായീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. ഈ കാര്യങ്ങളിൽ വരും ഏതാനും ദിവസങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകും, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്നുള്ളതാണ് സഭയുടെ അൽമായ ട്രസ്റ്റി എന്ന നിലയിൽ എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. സിനഡല്ല യഥാർത്ഥത്തിൽ അപ്രേമിനെ വിടർത്തിയത്, ഫാൻസ് അസോസിയേഷൻകാരായിരുന്നു. അവരുടെ തീരുമാനത്തെ സിനഡ് എതിർത്തില്ല എന്ന് മാത്രം. തങ്ങളുടെ പൊതുശത്രുവായ അപ്രേമിനെ ഒതുക്കിയതിൻ്റെ പ്രത്യുപകാരമായി വൈദിക ട്രസ്റ്റി അംശവടിപ്പടിയൻ അമേലിന് ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും വലുതും വരുമാനം കൂടിയ പള്ളിയുമായ പുത്തൻകാവ് വലിയ പള്ളി തന്നെ ഭദ്രാസന മെത്രാപ്പോലിത്തയായ പുഴുക്ക് തീമോത്തിയോസ് കനിഞ്ഞു നൽകി അനുഗ്രഹിച്ചു. അപ്രേമിനെ വിടർത്തിയപ്പോഴും ഐറ്റു ന്യൂസ് അന്നേ പറഞ്ഞിരുന്നു, ഇത് വെറും മുഖം രക്ഷിക്കൽ തന്ത്രം മാത്രമാണ്, 3 മാസത്തിനുള്ളിൽ ജൂലൈയിൽ നടക്കുന്ന സിനഡിൽ അദ്ദേഹത്തെ തിരികെ എടുക്കുമെന്ന്. അപ്രകാരം തന്നെ സംഭവിച്ചു. അപ്രേമിനെ തിരിച്ചെടുക്കരുത് എന്നും പറഞ്ഞ് അൽമായ സെക്രട്ടറി റോണിയും വൈദിക ട്രസ്റ്റി അമയിലും സിനഡിന്റെ ആദ്യ ദിവസം തന്നെ അസുരലോകത്തെത്തി. അപ്പോൾ പുഴുക്കുമെത്രാച്ചൻ ഉറപ്പ് കൊടുത്തു, യാതൊരു കാരണവശാലും ഞാൻ അദ്ദേഹത്തെ തിരികെ എടുക്കില്ല എന്ന്. എന്നാൽ സിനഡ് തുടങ്ങി ആദ്യ വിഷയമായി മത്തായി മൂന്നാമൻ അപ്രേം വിഷയം എടുത്തിട്ടപ്പോൾ തന്നെ ഏറ്റവും മൂത്ത മെത്രാൻ ക്ലീമീസ് തന്നെ അപ്രേമിനെ തിരികെ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. മറ്റ് 2 മുതിർന്ന മെത്രാന്മാർ കൂടി തിരികെ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ മറ്റാരും എതിർത്തില്ല. അപ്രേമിനോട് മാപ്പ് പറയണം, തിരുത്തൽ കുറിപ്പ് വായിക്കണം, കുറേ ദിവസം ലീവിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം അന്ന് ഏത് നിലപാടിൽ നിന്നോ അതിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല എന്നാണ് വിവരം. സിനഡ് ഏകകണ്ഠമായി അപ്രേമിനെ തിരികെ എടുക്കുവാൻ കാരണം മത്തായി മൂന്നാമൻ്റെ ഹൃദയസ്പർശിയായ ഈ പ്രസ്താവനയാണ്. അതിപ്രകാരമായിരുന്നു. ആബുവിനെ എടുക്കരുത് എന്ന് പറയുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളിൽ പാപം ചെയ്യാത്തവർ അപ്രേമിനെ കല്ലെറിയട്ടെ. മത്തായി തുടർന്നു, ഞാൻ കൊലക്കേസിൽ പ്രതിയാണ്, പല മ്ലേച്ഛതകളും ചെയ്തിട്ടുണ്ട്. ഇതിൽ മക്കളുള്ള ആബുന്മാരുണ്ട്, സ്വർഗഭോഗികളായ ആബുന്മാരുമുണ്ട്. പോക്സോ കേസിൽ പ്രതി ആകേണ്ടിയിരുന്നവർ വരെ ഇതിലുണ്ട്. അമേരിക്കയിൽ പെണ്ണുപിടിച്ച് നാട് കടത്തപ്പെട്ട മെത്രാനുമുണ്ട്. തീർന്നില്ല, ബ്ലൂ ഫിലിം കൊണ്ടുവന്നപ്പോൾ എയർപോർട്ടിലിട്ട് പിടിക്കപ്പെട്ടവർ സഹോദരൻ്റെ ഭാര്യയുമായി കൂതാശ നടത്തുന്നത് കണ്ട് സഹോദരൻ നാട് വിട്ടുപോയ കുന്നംകുളംകാരൻ പോലും ഇവിടെയുണ്ട്. അമ്മയെയും മകളെയും ഒരുപോലെ വെപ്പാട്ടിയാക്കി ചിലവിന് കൊടുക്കുന്നവരുണ്ട്. ഗോവയിൽ നിന്നും സ്ത്രീകളെ കൊണ്ട് അരമനയിൽ താമസിപ്പിച്ച് കൂതാശ നടത്തുന്ന മെത്രാന്മാർ പോലും ഇവിടെയുണ്ട്. തീർന്നില്ല, തമിഴ് സ്ത്രീയെ കുശിനിക്ക് വെക്കുകയും തമിഴത്ത് ഗർഭിണിയായപ്പോൾ മെത്രാൻ്റെയാണോ ഭദ്രാസന സെക്രട്ടറിയുടേതാണോ അതോ വന്നുപോകുന്ന പാതിരിമാരുടേതാണോ എന്ന് കണ്ടെത്താനാവാതെ അവസാനം കൊണ്ട് ഗർഭം അലസിപ്പിച്ച മെത്രാൻ വരെ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അമ്മച്ചിമാരെ കാണുമ്പോൾ ഇത്തിരി പുഴുക്ക് തിന്നാൻ തരുമോ എന്ന് ചോദിക്കുന്ന കിഴങ്ങേശ്വരന്മാർ വരെ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. സെമിനാരി വിദ്യാർത്ഥികളെ സ്വർഗഭോഗത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുണ്ടറക്കാരൻ കുണ്ടൻ തിരുമനസ് വരെ ഇതിൽ ഇരിപ്പുണ്ട്. ഇത്രയും ഭൂലോക ആഭാസശ്രേഷ്ഠന്മാർ മെത്രാപ്പൊലിത്ത പദവിയിൽ തുടരുമ്പോൾ 34-ലെ കൈപ്പുസ്തകത്തെക്കാൾ വിശുദ്ധ വേദപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞവനെ നമുക്കെങ്ങനെ അനിശ്ചിതകാലം പുറത്തു നിർത്താൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. എന്നെ മിണ്ടാനാ? ആരെങ്കിലും ഈ ഉള്ളവൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. വെപ്രാളത്തിനിടയിൽ വിട്ടുപോയതാണെന്ന് മനസ്സിലാക്കിയാലും അടുത്ത തവണ ഒറ്റയൊരുത്തനെയും വിട്ടുപോകാതെ കൃത്യമായി സ്മരിച്ചു കൊള്ളാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. മെയ് 23-ാം തീയതി ഞാൻ വാർത്ത നൽകിയപ്പോൾ ഒരു കാര്യം അന്നേ പറഞ്ഞിരുന്നു. അത് 3 മാസം കഴിഞ്ഞപ്പോൾ കൃത്യമായി നിവൃത്തിയായിരിക്കുകയാണ്. 3 മാസത്തിന് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ മെയ് 23-ാം തീയതി ഞാൻ പ്രവചിച്ചത് എന്താണെന്ന് ഒന്ന് കാണുക. റീക്യാപ്പ്. പ്രേമിനെ സെമിനാരി ചുമതലകളിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. മുൻപ് സെമിനാരി വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയവനാണ് ശിക്ഷാ നടപടികൾ വിശദീകരിച്ച് കുറിപ്പിറക്കിയത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും അപ്രേമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖവെള്ളിയാണ്. 3-ാം ദിനം ഉയർത്തില്ലെങ്കിലും 3-ാം മാസമെങ്കിലും ഉയർക്കാം എന്ന പ്രതീക്ഷയിലാണ് അപ്രേം. ആ പ്രവചനവും നിവൃത്തിയായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അപ്രേമിനെ 3 മാസം കഴിഞ്ഞപ്പോൾ തിരികെ എടുത്തു. വിടർത്തിയതും തിരികെ എടുത്തതും സഭാ മാനേജിംഗ് കമ്മിറ്റി മാത്രം ഇതുവരെ അറിഞ്ഞിട്ടില്ല. യാതൊരു ശേഷിയുമില്ലാത്ത കുറേ അരിപ്രാഞ്ചികൾ. മാനേജിംഗ് കമ്മിറ്റി എന്നും പറഞ്ഞ് മത്തായി കൊടുക്കുന്ന കട്ടൻ കാപ്പിയും കുടിച്ച് പഴംപൊരിയും തിന്നതിന് ശേഷം മുണ്ടിൽ തുടച്ചു പോകുന്ന ഒരു പ്രത്യേക ജനുസിൽപ്പെട്ട ആളുകൾ. മത്തായി പറയുന്നതിന് കൈയടിച്ച് പാസ്സാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ പണി. അതുപോലെ ഡാഷ്മോനെ എന്ന് റാന്നിയിലെ ആബാസൻ മെത്രാനെ വിളിച്ച മാത്യൂസ് വാഴക്കുന്നത്ത് പാതിരിയെ വർഷം 1 കഴിഞ്ഞിട്ടും ഇതുവരെ തിരികെ എടുത്തിട്ടില്ല.
ഒരു പരമ ആഭാസനെ ഡാഷ്മോനെ എന്ന് വിളിച്ചത് കുറ്റകരമാണെന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ പുറത്തു നിർത്തിയിരിക്കുന്നത്. ചബയിലെ കൂതാശപ്പണിക്കാരന്മാർക്കും രണ്ട് നീതി. ചുവന്ന നൈറ്റി ഇട്ടവന്മാർക്ക് ഒരു നീതി, വെള്ള നൈറ്റി ഇട്ടവന്മാർക്ക് മറ്റൊരു രീതി. നീതിയുടെ കുഴലിലൂടെ നോക്കി ഭരണം നടത്തുന്ന ഞങ്ങളുടെ മത്തായി മൂന്നാമനും. വിടർത്തിയപ്പോൾ വിടർത്ത് കൽപ്പന ഇറക്കിയെങ്കിലും എടുത്തപ്പോൾ കൽപ്പനയൊന്നും ഇറക്കിയില്ല. കാരണം അതൊരു വാർത്തയാകാതിരിക്കാൻ ആണെന്നും പറഞ്ഞാണ് അപ്രകാരം ചെയ്തത്. അതുകൊണ്ട് അത് വാർത്ത ആയതേ ഇല്ല. അവസാനമായി അപ്രേം മെത്രാനെ വിടർത്തുവാൻ കാരണമായ ആ പ്രസംഗം കണ്ടിട്ടില്ലാത്തവർക്കായി ഞങ്ങൾ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇന്ന് നമ്മുടെ സഭയുടെ ഭദ്രാസനങ്ങളുടെ, ദേവാലയങ്ങളുടെ, വ്യക്തി ജീവിതത്തിന്റെ, കുടുംബങ്ങളുടെ ഒക്കെ പോക്ക് നോക്കിയാൽ സത്യത്തിൽ സഹോദരന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വിഭാഗമാണ് നമ്മൾ. കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ട് നാടുവാഴികളും ഭരണകർത്താക്കളും വിളിക്കുമ്പോൾ ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള നേതാക്കൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ നതാശ്ലീഹ പറയും കിങ്ഡം വാല്യൂസ്, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഓൺലൈൻ വഴി പോകുന്ന പ്രസംഗം തന്നെയാണ്. ചിലപ്പോൾ അതിന്റെ ദുരന്തമൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. 100 വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്ന് വരെ ആരെങ്കിലും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ? വേറെ അനേക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക എത്തിച്ചു തന്നിട്ടുള്ള ന്യായാസനങ്ങൾ ഇവിടെയുണ്ടോ? പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളെ വിസ്തരിക്കുവാനായിട്ട് പോകുമ്പോ എന്റെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പറയണം. അവിടെ നിങ്ങളുടെ കഴുത്ത് കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ പള്ളികൾ നഷ്ടപ്പെട്ടേക്കാം, നിങ്ങൾക്കുള്ള സകലതും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നഷ്ടപ്പെടാത്തതൊന്നുണ്ട്, വിറ്റ്നസിംഗ് ക്രൈസ്റ്റ് ജീസസ് ടു ദ വേൾഡ്. ലോകത്തോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് അത് നമുക്ക് കാണും. ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവരെയോ പറയുന്നവരെയോ ഒക്കെ നിസാരരായിട്ട് എണ്ണിക്കളയുന്നു എന്നല്ലാതെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയരുത് എന്ന് കരുതിയെങ്കിലും ഇനി എല്ലാ വേദിയിലും ഞാൻ പറയാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുണ്ടാകുന്ന എന്ത് ദോഷഫലവും അനുഭവിക്കുവാനും ഞാൻ തയ്യാറാണ്. എവിടെയെങ്കിലും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് സഭയുടെ പ്രതിസന്ധി നീങ്ങണം എന്നുള്ള ധാരണയോടെ മറ്റു വ്യവസ്ഥകളെ മാറ്റിവെച്ച് എന്താണ് സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ? കിങ്ഡം വാല്യൂസ്. വിശുദ്ധ മത്തായി ശ്രീകാട സുവിശേഷത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കണം, ഒരു പുറപ്പ് ചോദിച്ചാല് ഒരു വസ്ത്രം ചോദിച്ചാൽ 2 വസ്ത്രം കൊടുക്കണം, ഇങ്ങോട്ട് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ ഗ്രാബ് ചെയ്യാനായിട്ട്, പിടിച്ചെടുക്കാനായിട്ടുള്ള ഏത് വിധത്തിലുള്ള പോസിറ്റീവായിരിക്കുന്ന നിയമങ്ങളോ വിധികളോ ഒക്കെ നമുക്കുണ്ടെങ്കിലും again the same question, what is our witness in the world? ലോകത്ത് കർത്താവിനെ കുറിച്ചുള്ള വിറ്റ്നസ് എന്താണ്? എന്താണ് നമ്മൾ നേടിയത്? 100 വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു. സഹദാമാരുടെ ജീവിതത്തിന് 21ാം നൂറ്റാണ്ടിന് സാധൂകരിക്കുന്ന വ്യാഖ്യാനം നൽകുവാനായിട്ട് സാധിച്ചെങ്കിൽ ഇതിനെ ഗുഡ് ന്യൂസ്, സദ്വാർത്ത എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് 2000 കൊല്ലങ്ങൾക്കോ 1500 കൊല്ലങ്ങൾക്കോ സംഭവിച്ച ചില പഴങ്കഥകൾ ആവർത്തിക്കുന്നത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ. ഏതെല്ലാം ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നു, ഏറ്റവും വലിയ ആഘോഷം എന്താ നടത്തേണ്ടത്? വിറ്റ്നസ്, ക്രിസ്തുവിന് സാക്ഷിയാവുക എന്നതാണ്. ആ ക്രിസ്തുവിന് സാക്ഷിയാകാൻ വേണ്ടിയ മൂല്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരന്മാരെല്ലാം എടുത്തു കാട്ടിയത്. രാജാവിനെ ഒന്ന് വന്ദിച്ചാൽ, റോമാ ചക്രവർത്തിയുടെ സൈന്യത്തിലെ അംഗമായിരുന്നതിനാൽ അദ്ദേഹത്തെ ഒന്ന് ആരാധിച്ചാൽ ഈ ഗീവർഗീസമായിട്ട് എന്തുമാത്രം സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു, എന്തുമാത്രം കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ, അദ്ദേഹത്തിന്റെ നിയമസംഹിതയേക്കാൾ കൂടുതൽ ദൈവവചനത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. അതുകൊണ്ട് അദ്ദേഹം സഹതായായി. അതുകൊണ്ട് ആധുനിക സഹോദരന്മാർ നമ്മോട് പറയുന്നത്, try to concentrate on the word of God and witness God, witness Christ in the midst of the society as per the gospel values. സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക.
സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റ് വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത്. നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളോട് തിരുമേനി ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ എന്ന്. പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി. അടൂർ കളമനാട് കൊണ്ട് 3 പള്ളികൾ യാക്കോബായക്കാരുടെ കയ്യിലിരിക്കുന്നത്. അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു. എന്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, 6 ദേവാലയങ്ങൾ അടൂർ പള്ളി ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം. പുണ്യവാനാകാനായിട്ടല്ല, ഇതുവരെ മിണ്ടാതെ എന്ന കുറെ രഹസ്യങ്ങളാണ്. ഇനി എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും. ആരെങ്കിലും പറയണം, ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം. സഹതായെ ഓർക്കുന്നു. സഹതയുടെ പണി എന്താ? വീട്ടിലെ കോഴിയെ കാക്കുക, പാമ്പനെ ഓടിച്ചു കളയുക, ഇങ്ങനെയുള്ള ചുരുക്കം കാര്യങ്ങളിൽ സഹതാമാരെ നിർത്തിയിരിക്കുകയാണ്. സഹതന്മാരാരാണ്? ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിന്നവരാണ്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എന്റെ നിങ്ങളുടെയും വിളി. ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിന് വേണ്ടി 1 അല്ല 7 അല്ല 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു തവണ ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? എന്തിനാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? നിങ്ങൾ ഓർക്കണം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കേരള സംസ്ഥാനത്ത് 27% ക്രൈസ്തവരായിരുന്നു. ഇന്ന് എത്രയുണ്ട് ക്രൈസ്തവ സമൂഹം? യൂറോപ്പ് മുഴുവൻ ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. നമ്മൾ പാടുന്ന പഴയ മർത്തമാസി എസ്ഐക്കാരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്തീയ കീർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ മെത്തഡിസ്റ്റ് ഹിംനൽ എന്ന് പറഞ്ഞ് അവർ തയ്യാറാക്കിയ ആത്മനിറമുള്ള ഗീതങ്ങളായിരുന്നു. ഇതെന്തിയ യൂറോപ്പിൽ പള്ളികൾ, എത്രയോ പള്ളികൾ ബാറുകളായി മാറിയിരിക്കുന്നു, എത്രയോ പള്ളികൾ മ്യൂസിയങ്ങളായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, പോപ്പിന്റെ തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ഇത്ര കോടി ജനങ്ങളുടെ അധിപനാണ്, ആളുകൾ തിങ്ങിക്കൂടുന്നതൊക്കെ കാഴ്ചയുണ്ട്, അത് ശരിയാണ്. പക്ഷേ പോയി നോക്കണം, ദേവാലയങ്ങളിൽ മനുഷ്യരുണ്ടോ? 5 വർഷം അമേരിക്കൻ ഡയസിന്റെ ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ഒരു കത്തോലിക്ക പള്ളിയിലും ചെറുപ്പക്കാരായ ആളുകളെ. 65 അതിന് മുകളിലോ ഉള്ള ആളുകൾ മാത്രമാണ്. പിന്നെയും കുറച്ച് ചെറുപ്പക്കാർ വരുന്ന ദേവാലയങ്ങൾ ഓർത്തഡോക്സ് കാറ്റഗറിയിലെ, അതിനകത്ത് ഇന്ത്യനും ഉണ്ട്, അർമീനിയനും ഉണ്ട്, കോപ്റ്റിക്കും ഉണ്ട്, റഷ്യനും ഉണ്ട്, എത്യോപ്യനും ഉണ്ട്, സിറിയനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത കുറെ ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ ദേവാലയങ്ങളിൽ യങ്സ്റ്റേഴ്സിനെ കാണാൻ. അല്ലാതുണ്ട് മെഗാ ചർച്ചസ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ കരിസ്മാറ്റിക് പോലെയുള്ള അഡ്വാൻസ്ഡ്, അവിടെ 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ യങ്സ്റ്റേഴ്സ് കൂടുന്നുണ്ട്. അവിടുത്തെ ആരാധനയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും എവിടെ പോകുന്നു ക്രിസ്ത്യാനിയുടെ അംഗസംഖ്യ? കാരണം ഒന്നേ ഉള്ളൂ, പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് ക്രൈസ്തവ മൂല്യങ്ങളെ ഉപയോഗിക്കാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഫോർമുല രൂപപ്പെടുത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നിടത്ത് നഷ്ടമാകുന്നത് തലമുറകൾ. പ്രദക്ഷിണങ്ങൾ, നമ്മുടെ പെരുന്നാളുകൾക്ക് ആഘോഷങ്ങൾ കൂടുതലാണ്, എനിക്കറിയാം, നിയന്ത്രിക്കേണ്ടതുമാണ്. പക്ഷേ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ച് പറഞ്ഞ ചോദ്യമുണ്ട്. സോഷ്യൽ മീഡിയയായ നിങ്ങൾ മെത്രാശന്മാരും മറ്റുള്ളവരും ഒക്കെ നടത്തുന്ന ചില പ്രസംഗങ്ങളുണ്ടല്ലോ കക്ഷി സംബന്ധമായിട്ട്, അത്രയൊന്നും തെറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഈ പെരുന്നാളുകളുടെ ആഘോഷങ്ങൾക്ക്. നമ്മുടെ യൗവനക്കാർ സഭയിൽ നിന്ന് അകലുന്നു. എന്തുകൊണ്ട്? വി ഡോണ്ട് വാണ്ട് ക്രൈസ്റ്റ് ടു വിറ്റ്നസ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള സാക്ഷ്യമാണ് നമുക്ക് ഇന്ന് ഇഷ്ടം. അത് പ്രമാണങ്ങൾക്കും വിധികൾക്കും അനുസരിച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചാൽ, എല്ലാം പിടിച്ചെടുക്കാൻ സാധിച്ചാൽ, കോൺകറിംഗ് മൈൻഡ്,
ഇത് ഒഴിവാക്കിയെങ്കിലേ ക്രൈസ്തവ സഭ ഇനി ഭാരതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. കർത്താവ് പറയുകയാണ്, നിങ്ങളെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഓർത്ത് നിങ്ങൾ പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയും. പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് ഹൃദയത്തിൽ അല്പം ഇടം കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ നൽകുന്ന ഏറ്റവും വലിയ വിശേഷണം ഒന്ന് കൗൺസിലർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംശയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ, ആലോചന വേണമെങ്കിൽ അത് നൽകുന്നയാളാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ ഈ സഭയുടെ തർക്കം തീർക്കാനായിട്ട് ആരെയാണ് നമ്മൾ സാധാരണ കൺസൾട്ട് ചെയ്യുന്നത്? ആരുടെ ആലോചനയാണ് നാം എടുക്കുന്നത്? സിവിൽ കോഡും ഇന്ത്യൻ പീനൽ കോഡുമായി IRPC ഒക്കെ പഠിച്ച വക്കീലന്മാരുടെ പരിശുദ്ധാത്മാവിന് ഇടമില്ലാതായി പോയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ, നീ മടങ്ങി വരിക, ഏതിൽ നിന്നാണ് നീ വീണിരിക്കുന്നതെന്ന് ഓർക്കുക എന്ന് യിരെമ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽക്കാരോട് പറഞ്ഞത് യിരെമ്യാവ് ഇന്നും ആവർത്തിക്കുന്നു. കേരള ക്രൈസ്തവരോട്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോട്. സഹോദരന്മാര് പറയുന്നു, ഞങ്ങൾ പ്രമാണങ്ങൾക്കനുസരിച്ചല്ല, കർത്താവിനോടുള്ള സ്നേഹം മൂലമാണ് ഞങ്ങളുടെ ഗളരുധിരം മറ്റുള്ളവർക്ക് നൽകിയത്. ഞങ്ങൾ രക്തസാക്ഷികളായിരുന്നു. രക്തസാക്ഷിത്വത്തിന്റെ പുതിയ മാനങ്ങളെ കണ്ടെത്തുവാൻ സർവശക്തൻ നമ്മെ എല്ലാം സഹായിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.